മിഥുന്റെ ഫുഡ് എന്തിനാ ലക്കി ആയിട്ട് ഷെയർ ചെയ്യുന്നത്? എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് ഈശ്വര? കഴിക്കേ. മിഥുന്റെ ഭക്ഷണമായാലും ജീവിതമായാലും അതെനിക്ക് മാത്രം ഷെയർ ചെയ്യാനുള്ളതാ. ഓൾറെഡി വീട്ടിലും മേഘന എന്ന് പറഞ്ഞൊരുത്തി ഷെയർ ചെയ്തോണ്ടിരിക്കുക. ഇപ്പതേ മേഘ എന്ന് പറഞ്ഞൊരുത്തി ഇവിടെ. എന്തു വന്നാലും ശരി, ഇനിയൊരു പെണ്ണിന്റെ നിഴല് പോലും മിഥുന്റെ മേൽ പതിക്കരുത്. സർ, ഇങ്ങനെയുള്ളതൊക്കെ ശ്രദ്ധിക്കാൻ ഓൾറെഡി മിഥുന്റെ ജീവിതത്തിൽ ഞാനുണ്ട്. മറ്റൊരാളുടെ സഹായത്തിന്റെ ആവശ്യമില്ല. ഒരു കാര്യം ലക്കി, സ്വന്തം കാര്യം നോക്കി ജീവിച്ച നിനക്കെവിടെ തുടരാം. മറ്റുള്ളവരുടെ ജോലിയിലോ മറ്റുള്ളവരുടെ ജീവിതത്തിലോ ഇടപെടുന്ന സ്വഭാവം വേണ്ട. കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നത് നിനക്ക് അപകടം. മഞ്ജരി, നിന്റെ അഡ്വൈസ് ഒക്കെ നിർത്തിയിട്ട് വേഗം ഭക്ഷണം കഴിക്കാൻ നോക്ക്. ലക്കി, ഓഫീസിൽ വന്ന ഓഫീസ് ജോലി മാത്രം നോക്കണമെന്നും മിഥുന്റെ കാര്യത്തിൽ ഇടപെടരുതെന്നും ഒരിക്കലും മറക്കാത്ത രീതി നീ പഠിക്കണമെങ്കിൽ പറ്റിയൊരു പണി ഞാൻ തരുന്നുണ്ട്. ലക്കി മാഡം, ഈ ഫയൽസ് എല്ലാം ചെക്ക് ചെയ്തിട്ട് എല്ലാത്തിന്റെ റിപ്പോർട്ടും എഴുതണം. ഓക്കെ മാഡം. അതും ഇന്ന് തന്നെ വേണം കേട്ടോ, ഓഫീസ് ടൈം കഴിയുന്നതിന് മുമ്പ്. ഓക്കെ? ഒരു ദിവസം കൊണ്ട് ഇത്രയും ഫയൽസ്? യെസ് ലക്കി, യു ഹാവ് ടു ഡു ഇറ്റ്. ഇതൊക്കെ ഫിനിഷ് ചെയ്തതിന് ശേഷം മാത്രമേ നീ വീട്ടിൽ പോയാൽ മതി. ആയിക്കോട്ടെ മാഡം. ലക്കി, മിഥുനൊപ്പം ഇന്ന് നീ കഴിച്ച ലഞ്ചിനുള്ള പണിഷ്മെന്റാ ഇപ്പൊ നിനക്ക് ഞാൻ തന്നത്. ഇനി ഇത്തരം പരിപാടികൾ ആവർത്തിച്ച ഇതിന്റെ 2 ഇരട്ടി പണിഷ്മെന്റ് നിനക്ക് കിട്ടും. പ്രിയമത ആന്റി എന്തിനാ ഇപ്പൊ എന്നെ വിളിക്കുന്നേ? ഹലോ ആന്റി, പറയാ ആന്റി. അതെയോ, ശരി ശരി, ഇപ്പൊ വരാം. മഞ്ജരി, വാ വാ, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കായിരുന്നു. ആ അരുന്ധതിക്കിപ്പോ ആന്റിയോട് എന്താ പറയാനുള്ളത്? എനിക്കും അത് തന്നെയാ പിടികിട്ടാത്തത്. ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല, മുഖാമുഖം കണ്ടോണ്ട് പറയണം എന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇപ്പൊ തന്നെ പേഴ്സണലായിട്ട് കാണണമെന്ന്, അതാ ഞാൻ വരാൻ പറഞ്ഞ. അവര് വരുമ്പോ നീ കൂടെയുള്ളതൊരു ധൈര്യം ആയതുകൊണ്ടാ നിന്നെയും വിളിച്ച്. ഓക്കെ ഓക്കെ, അവര് വരട്ടെ, നോക്കാം.
പ്രിയമതെ, നേരത്തെ എത്തിയല്ലേ? സാരമില്ല, ഇത്തരം കാര്യങ്ങളൊക്കെ അപ്പ സംസാരിച്ച് തീർക്കണം. അരുന്ധതി, എന്തോ പ്രധാനപ്പെട്ട കാര്യമാണെന്നും നേരിട്ട് കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? വളച്ചുകുത്തി വലിച്ചു നീട്ടി കാര്യം 100 കിലോമീറ്റർ നീട്ടുന്നതിനേക്കാൾ ഷടപടയെന്ന് ഞാൻ പോയിന്റ് പറയാം. ശരിയെന്നാ പറഞ്ഞോ. വേറൊന്നുമില്ല പ്രിയമതെ, നിന്റെ മോനെ കൊണ്ട് എന്റെ മോളെ കല്യാണം കഴിപ്പിക്കണം. എന്തു പറയുന്നു? എന്ത്? എന്റെ മോനും നിന്റെ മോക്കും കല്യാണോ? ആകാശത്തെയും ഭൂമിയും തമ്മിൽ കെട്ടിയിടാൻ പറ്റുമോ അരുന്ധതി? ഇതും അതുപോലെ തന്നെ. എന്ന് പറഞ്ഞ എന്താ? വിവേകിന്റെയും ശാലിനിയുടെയും കല്യാണം നടക്കില്ലെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുവാ? ഇൻഡയറക്റ്റ് ആയിട്ട് എന്തിനാ? ഡയറക്റ്റ് ആയിട്ട് തന്നെ പറയാ. കൊട്ടാരത്തിലെ യുവരാജാവായ എന്റെ മകൻ എവിടെ? ആ കോട്ടയിലെ അടിച്ചു തളിക്കാരിയുടെ മകളുടെ സ്ഥാനത്തുള്ള ഇവളെവിടെ? പ്രിയംവദേ, നീ അതിര് കടന്നാ സംസാരിക്കുന്നേ. അതിര് കടക്കുന്നതും അവസരവാദിയായി മാറുന്നതും നീയാണ് അരുന്ധതി. സ്വന്തം വിലയും നിലയും അറിഞ്ഞു പെരുമാറാൻ ശ്രമിക്ക്. ശരി, നീ നിന്റെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് വിവാഹമോചന പത്രത്തിൽ നീ ഞങ്ങളെ ഉപയോഗിച്ച് മേഘനയിൽ നിന്നും എങ്ങനെ ഒപ്പുവാങ്ങിയെന്നും ഞങ്ങളെ കൂടെ കൂട്ടി നിങ്ങൾ നടത്തിയ ഗൂഢാലോചനകൾ എന്താണെന്നും ഞാൻ ആ അരുണിമ മാലിന്യോട് പറഞ്ഞോളാം. അപ്പോ അടിച്ചു തളിക്കാരി ആരാണെന്നും കൊട്ടാരത്തിൽ വാഴുന്നത് ആരാണെന്നും മനസ്സിലാവും. അരുന്ധതി, നീ ഇത്രയ്ക്ക് ഒരുമ്പെട്ടവളാണെന്ന് ഞാൻ കരുതിയില്ല. ഒരുമ്പെട്ടവളായതുകൊണ്ടാണല്ലോ നിങ്ങളോടൊപ്പം കൂടിയത്. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ ഒരിക്കലും. ആന്റി നിക്ക്. അരുന്ധതി ആന്റി, ആന്റിക്ക് ഇപ്പൊ എന്താ വേണ്ടേ? വിവേകിന്റെയും ശാലിനിയുടെയും കല്യാണം നടത്തണം, അത്രയല്ലേ ഉള്ളൂ. പ്രിയംവദ ആന്റി, ആന്റി ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആസ്തിയും അന്തസ്സും കുടുംബ പാരമ്പര്യമൊക്കെ ഇന്നത്തെ കാലത്ത് ആര് നോക്കുന്നു? ശാലിനിക്ക് എന്ത് കുറവുണ്ടായിട്ടാ? സൗന്ദര്യമുള്ള കുട്ടിയാ. വിവേകുമായിട്ട് ഇവക്ക് നല്ല പൊരുത്തമുണ്ട്. കേട്ടോ കേട്ടോ പ്രേമദേ, മഞ്ജരി മനസ്സിലാക്കിയതുപോലെ നീ മനസ്സിലാക്കിയില്ലല്ലോ. അരുന്ധതി ആന്റി, വിവേകിന്റെ ശാലിനിയുടെയും കല്യാണത്തിന്റെ ഉത്തരവാദിത്വം എന്റേതാ. ഇനി ഈ കാര്യം എനിക്ക് വിട്ടു തന്നേക്ക്. പക്ഷെ ഒരു കാര്യം, ആദ്യം സഞ്ജനയുടെ കല്യാണം നടക്കണം. അതിനുശേഷം മാത്രമേ അവന് കല്യാണമുള്ളൂ. അപ്പൊ നമുക്ക് ഈ ആലോചനയെ കുറിച്ച് ചിന്തിക്കാം. എന്തു പറയുന്നു? വാക്കാണെങ്കി ഇനിയൊരു വർത്തമാനം വരുന്നത് വരെ ഞാനും മിണ്ടുന്നില്ല. എന്നാ പിന്നെ ശരി, നിങ്ങൾ പോയിട്ട് വന്നോളൂ. താങ്ക്സ് മഞ്ജരി. സഞ്ജനയുടെ കല്യാണം കഴിഞ്ഞതും വിവേകിന്റെയും ശാലിനിയുടെയും കല്യാണം നമുക്ക് നടത്തണം. പോട്ടെ എന്നാ. പോട്ടെ മഞ്ജരി. എന്ത് മണ്ടത്തര നീ കാണിച്ചത് മഞ്ജരി? മണ്ടത്തരല്ല, ബുദ്ധിയോടെ ചിന്തിച്ചതാ. ആ അരുന്ധതി വാ തുറന്ന നമ്മള് വഴിയാതരാവും. തൽക്കാലത്തേക്ക് ആ അരുന്ധതിയെ കൂളായിട്ട് തന്നെ ഡീൽ ചെയ്യണം. ആ മേഘന വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം ഇവരെ ഒതുക്കാൻ നമുക്ക് നിഷ്പ്രയാസം സാധിക്കും. അതുവരെ ആന്റി ഒന്ന് സമാധാനിക്ക്. മഞ്ജരി എന്തിനാ ഇത്രയും പണി എന്റെ തലയിൽ വെച്ചെന്ന് എന്നോടുള്ള ദേഷ്യമായിരിക്കും. അതിന് എന്നെ ശിക്ഷിക്കാനുള്ള ശ്രമം. എന്നാലും ഒരു കാര്യമില്ലാതെ എന്നോട് എന്തിനാ ഇത്രയും ദേഷ്യം?
ഒരു കാര്യം ലക്കി, സ്വന്തം കാര്യം നോക്കി ജീവിച്ച നിനക്കെവിടെ തുടരാം. മറ്റുള്ളവരുടെ ജോലിയിലോ മറ്റുള്ളവരുടെ ജീവിതത്തിലോ ഇടപെടുന്ന സ്വഭാവം വേണ്ട. മിഥുനേട്ടനോടൊപ്പമായിരുന്നു ഭക്ഷണം കഴിച്ചതും മിഥുനേട്ടൻ എന്നോട് കുറച്ച് കൂടുതൽ അടുത്തതും അവളെ ദേഷ്യം പിടിപ്പിച്ചെന്ന് തോന്നുന്നു. ഛേ, ഇവളൊന്നും ഒരു കാലത്തും മാറില്ലല്ലോ. ഓഫീസിലായാലും വീട്ടിലായാലും ഒരുപോലെ തന്നെ. എന്ത് ചെയ്യാനാ, മുതലാളി തന്ന ജോലി ചെയ്തല്ലേ പറ്റൂ. മേഘനന്ദ, എന്താ? നിന്റെ ഫോണൊന്ന് എനിക്ക് തരൂ. എന്റെ ഫോണിൽ സിഗ്നൽ കിട്ടുന്നില്ല. ഒരു കോള് ചെയ്യണമായിരുന്നു. ഉം. നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. അയ്യോ, ഓഫായി പോയത് അറിഞ്ഞില്ല. നിന്റെ അടുത്ത് ചാർജർ വല്ലതും ഉണ്ടോ? ഇല്ല മേഘനന്ദ. കാലത്ത് ചാർജ് ചെയ്യാൻ മറന്നുപോയി. അതാ ഇപ്പൊ ഇങ്ങനൊരു പണി കിട്ടിയ. എക്സ്ക്യൂസ് മീ സർ. ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിക്കാം. നമസ്കാരം മാഡം. നമസ്കാരം സർ. നിങ്ങളുടെ മരുമോള് മേഘനെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കോ? മേഘന ഇവിടെ ഇല്ലല്ലോ മാഡം. എവിടെ പോയതാണ്? അവളിപ്പോ ഒരു പുതിയ ജോലിക്ക് കയറിയിട്ടുണ്ട്. വർക്കിംഗ് അവേഴ്സ് അല്ലേ, ഇപ്പൊ ഓഫീസിലായിരിക്കും. ഓ, അത് ശരി. മേഘനയുടെ അടുത്ത് നിന്നും ഞങ്ങൾക്കൊരു സൈനിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ആയിക്കോട്ടെ, ഞാനെന്നാ അവളെ വിളിച്ച് കാര്യം പറയാം. The number you have dialed is currently switched off. എന്തു പറ്റി സർ? മേഘനയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. നിങ്ങൾ പൊയ്ക്കോളൂ മാഡം. അവള് വന്നാൽ ഉടനെ ഞാൻ നിങ്ങൾക്ക് ഫോൺ ചെയ്യാം. നിങ്ങൾ അപ്പൊ ഒന്ന് സൈൻ വാങ്ങിച്ചോളൂ. അത് പറ്റില്ലല്ലോ സർ. കോർട്ട് ഓർഡർ അനുസരിച്ച് ആഴ്ചയിൽ ഒരിക്കൽ ഇവിടെ വന്ന് മേഘനയുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പതിവുകൾ തെറ്റിച്ച് മേഘന ഒരു ജോലിക്ക് കയറിയത് എന്തിനായിരിക്കും? ഫോൺ ചെയ്തിട്ടാണെങ്കിൽ സ്വിച്ച് ഓഫ് ആണെന്നും പറയുന്നു. ശരിക്കുള്ള കാര്യം എന്താണെന്നറിയാതെ ഞങ്ങൾക്ക് ഇവിടുന്ന് പോവാൻ പറ്റില്ല. അയ്യോ, ഞങ്ങളെ സംശയിക്കുകയാണോ? സംശയം ഇതുവരെ തുടങ്ങിയിട്ടില്ല. സമയത്ത് മേഘന ഇവിടെ എത്തിയിട്ടില്ലെങ്കിൽ അപ്പൊ സംശയിക്കേണ്ടി വരും. അതുവരെ ഇവിടെ നിൽക്കാൻ പോവാണോ? അതെ മാഡം. മേഘന ഇവിടെ എത്തിയ ശേഷം അവരുടെ കയ്യിൽ നിന്നൊരു സൈൻ വാങ്ങിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോയിക്കോളാം. അതുവരെ നിങ്ങളുടെ പോലീസ് വെഹിക്കിൾ ഞങ്ങളുടെ വീടിന്റെ മുമ്പിൽ നിന്ന് നാട്ടുകാര് വെറുതെ വേണ്ടാത്തതൊക്കെ പറഞ്ഞുണ്ടാക്കും. റൂൾസ് ആർ റൂൾസ് മാഡം. റൂൾസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഒന്നും ചെയ്യില്ല. ഇറ്റ്സ് ഓക്കെ മാഡം, അകത്തേക്ക് വന്നോളൂ. മേഘന എന്തിനാ ഈ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്? വിവേകിനും സഞ്ജനയ്ക്കും പ്രിയംവദ ചെറിയമ്മ ഒരാലോചന കൊണ്ടുവന്നിട്ടുണ്ട്. ചെറിയമ്മയുടെ കൂട്ടുകാരിയുടെ മോള. അവര് രണ്ടുപേരും കൂടി തീരുമാനിച്ചതാന്ന് തോന്നുന്നു. എല്ലാം ഒത്തുപോയ അടുത്ത മാസം തന്നെ നടത്തിയേക്കും. വിവേക് കല്യാണത്തിനെ കുറിച്ച് എന്നോട് ഇതുവരെ ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. പറയണ്ടെന്ന് കരുതിയതാവോ? അതോ ഇനി പറയേണ്ട കാര്യമില്ലെന്ന് തോന്നിക്കാണോ? അവൻ എന്ത് ചെയ്താൽ എനിക്കെന്താ? വിവേകിന് കല്യാണാണെന്ന് അറിഞ്ഞപ്പോ എന്റെ മനസ്സ് എന്തിനു വേണ്ടിയാ സങ്കടപ്പെടുന്നത്? അവൻ ആരെ കെട്ടിയ എനിക്കതിൽ എന്ത് കാര്യം? ഈ കല്യാണത്തിന് പൂർണ്ണ മനസ്സോടെ വിവേക് സമ്മതിച്ചു കാണുമോ?
ഇതെന്താ ചാരു വിളിക്കുന്നേ? അങ്ങോട്ട് വിളിച്ചാൽ കടിച്ചു കീറാൻ വരും. അങ്ങനെയുള്ളവള് ഇങ്ങോട്ട് വിളിക്കാൻ എന്താവും കാരണം? എന്തെങ്കിലും വലിയ കാര്യം ഉണ്ടായിട്ടാവണം. ഹലോ ചാരു മാഡം, എന്തൊക്കെയുണ്ട്? ഇത്രയും ബലം പിടിച്ച് സംസാരിക്കേണ്ട കാര്യമല്ല വിവേക്. കൂളായിട്ട് സംസാരിച്ചാ കടിച്ചു കീറാൻ വരും. നേരിട്ട് കാണാന്ന് വിചാരിച്ചാ വഴക്ക് കൂടുകയും ചെയ്യും. അതുകൊണ്ടാ ഒന്ന് ആഞ്ഞു പിടിച്ച് റെസ്പെക്ട് ചെയ്യുന്നത്. ആ റെസ്പെക്റ്റിനകത്ത് ഉള്ളതും പരിഹാസമാണ്. അതുകൊണ്ടാണ് അതിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞത്. എന്താണാവോ കാര്യം? കല്യാണം ഉറപ്പിച്ചു എന്ന് കേട്ടു. സദ്യ ഉണ്ണാൻ ഞങ്ങളൊക്കെ എപ്പോഴാ വരണ്ടേന്ന് ചോദിക്കാൻ വിളിച്ചതായിരുന്നു. ആണോ ചാരു? ആ, അത് പെട്ടെന്നുണ്ടാവും. മുഹൂർത്തൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞാലേ ഫസ്റ്റ് ഞാൻ അറിയിക്കുന്നത് നിന്നെ ആയിരിക്കും. അത് ശരി, വലിയ ഉത്സാഹമാണല്ലോ. ഇഷ്ടപ്പെട്ട പെണ്ണിനെയാണോ കെട്ടുന്നത്? ഇവളെന്തിനാ ഇങ്ങനെ നുഴഞ്ഞു കയറി ചോദിക്കുന്നേ? അവളുടെ വോയിസിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അതെന്താണെന്ന് പറയിപ്പിക്കാം. ഹലോ, കേട്ടില്ലേ? ആ പെണ്ണും ആ ബന്ധവും ഒക്കെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോന്ന്. എന്തേ? എനിക്ക് കല്യാണമായി എന്നറിഞ്ഞപ്പോ നീ എന്തിനാ ചാരു എപ്രാളപ്പെടുന്നേ? ചാരു, എന്നോട് വല്ലതും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞേക്കണേ. നാളെ എന്റെ കല്യാണം കഴിഞ്ഞ ശേഷേ നേരത്തെ പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിച്ചിരുന്നിട്ടേ നോ യൂസ് ബേബി. പറയാൻ എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ? ശരിക്കൊന്ന് ആലോചിച്ച് നോക്കി. മനസ്സിന്റെ അടിത്തട്ടില് എന്നോട് എന്തോ പറയണമെന്നില്ലേ? പറയണമെന്ന് വിചാരിച്ചിട്ടും പറയാതെ മനസ്സിൽ ഒളിപ്പിച്ച ആ വാക്കുകൾ പതിയെ പൊന്തി വരുന്നില്ലേ? എടാ, നിനക്ക് ഈ കല്യാണം ഇഷ്ടമാണെന്ന് ചോദിക്കാനല്ലേ ഞാൻ വിളിച്ച്. ഇതിപ്പോ ഇവൻ എന്റെ മനസ്സിൽ എന്താന്ന് അറിയാനുള്ള ശ്രമത്തിലാണല്ലോ. ഹലോ ചാരു മാഡം, ആ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ച വാക്കുകളെ അത് പെടഞ്ഞ് പെടഞ്ഞ് തൊണ്ടക്കുഴി വരെ എത്തിയിട്ടുണ്ട്. അതിനെ അങ്ങ് പുറത്തേക്ക് വിട്ടേക്ക്, അല്ലെങ്കിൽ പിന്നെ നിരാശയേ ഉണ്ടാവും. ആലോചിക്കാൻ ഒന്നും തന്നെ ഇല്ല. കല്യാണത്തിന് വിളിക്കാന്ന് പറഞ്ഞില്ലേ, അപ്പ വന്ന് വയറ് നിറച്ച് സദ്യ കൊണ്ടിട്ട് പോയിക്കോളാം. വെക്കുവോ? ബൈ. ഏയ്, എന്റെ കല്യാണക്കാരി അറിഞ്ഞപ്പോ തൊട്ട് ചാരു ആകെ ടെൻഷൻ അടിച്ചിരിക്കാൻ തോന്നുന്നല്ലോ. അപ്പൊ അവളുടെ മനസ്സിൽ ഞാനുണ്ട്. അത് പുറത്തറിയിക്കാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുക കള്ളി. അവളെ കൊണ്ടത് പറയിപ്പിക്കണം. എന്നാലേ എന്റെ കാര്യത്തിൽ എനിക്കൊരു ക്ലാരിറ്റി കിട്ടൂ. ഇതുവരെ പോത്തെ ജോലി ഇതുവരെ കഴിഞ്ഞില്ലേ? ഇതുവരെ എന്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല സർ. ഇത് ഫിനിഷ് ചെയ്തിട്ട് പോയാൽ മതിയെന്ന് മഞ്ജരി മാഡം പറഞ്ഞിരുന്നു. അതുകൊണ്ടിരുന്നതാ സർ. ഓ, ഓക്കെ. ഇനി എത്ര സമയം എടുക്കും? ഒരു അരമണിക്കൂർ കൊണ്ട് തീരും. ശരി, ആയിക്കോട്ടെ. ബി കെയർഫുൾ. മിഥുനേട്ടൻ എന്താ ഇതുവരെ പോവാത്തെ? സാറ് പോയില്ലായിരുന്നോ? എന്താ ഇവിടെ തന്നെ? ഞാൻ പോയില്ല മേഘനാഥ്. താൻ വരാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. ഞാൻ വരാൻ വേണ്ടിയോ?